നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. തേവലക്കരയിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച മിഥുന്റെ കുടുംബത്തിന് വീടിന്റെ താക്കോൽ കൈമാറി. മന്ത്രിമാരായ വി ശിവൻകുട്ടിയും കെ എൻ ബാലഗോപാലും ചേർന്നാണ് താക്കോൽ കൈമാറിയത്. വീട് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് പണം പിരിച്ച് ചതിക്കുന്നവരുള്ള കാലത്ത് മിഥുന് വീട് യാഥാർത്ഥ്യമായതിൽ സന്തോഷമുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കൊല്ലം ജില്ലാ പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. ഫെബ്രുവരി 2 വരെയാണ് കേരളോത്സവം നടക്കുന്നത്. 1600ഓളം മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. UDF അധികാരത്തിൽ വരുമ്പോൾ സഹകരണ ബാങ്കുകളിലെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. നിക്ഷേപിക്കുന്ന ഒരാളുടെയും പണം നഷ്ടമാകില്ല. അത് സഹകരണ ബാങ്കുകളുടെ വളർച്ചയ്ക്ക് കാരണമാകുമെന്നും പ്രതിപക്ഷ നേതാവ്. കല്ലട അറിഞ്ഞുകുറുകെ തരേൻതോപ്പ് കടവിൽ 20 കോടിയുടെ പാലത്തിന് അനുമതിയായതായി മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. വികസന പ്രവൃത്തികൾ കണ്ട് ചിലർ വിരളി പൂണ്ട് സോഷ്യൽ മീഡിയ വഴി തനിക്കെതിരെ തെറ്റായ പ്രചാരണങ്ങൾ നടത്തുകയാണെന്നും ഗണേഷ് കുമാർ. പിറവന്തൂർ കിഴക്കേമുറിയിൽ അംഗനവാടി കെട്ടിടത്തിന് മന്ത്രി ശിലയിട്ടു. വിശദമായ വാർത്തകളിലേക്ക്. തേവലക്കരയിൽ വൈദ്യുതാഘാതമേറ്റു മരിച്ച മിഥുന്റെ കുടുംബത്തിന് നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി. മന്ത്രിമാരായ വി ശിവൻകുട്ടിയും കെ എൻ ബാലഗോപാലും ചേർന്നാണ് താക്കോൽ കൈമാറിയത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരം ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ആണ് വീട് നിർമ്മിച്ചു നൽകിയത്. വീട് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് പണം പിരിച്ച് ചതിക്കുന്നവരുള്ള കാലത്ത് മിഥുന് വീട് യാഥാർത്ഥ്യമായതിൽ സന്തോഷമുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സ്കൂളിലെ വൈദ്യുത ലൈനിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ കുടുംബത്തിന് സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്. മിഥുന്റെ വീട് എന്റെയും എന്ന പദ്ധതിയിലൂടെയാണ് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന മിഥുന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചത്. ശനിയാഴ്ച രാവിലെ 9-ന് പടിഞ്ഞാറേക്കല്ലട വിളന്തറയിലുള്ള മിഥുന്റെ വസതിയിൽ വെച്ച് നടന്ന ചടങ്ങ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് കാശ് പിരിച്ച് ചതിക്കുന്നവരുള്ള കാലത്ത് മിഥുന്റെ വീട് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നുവെന്നും വിചാരിച്ചതിലും മുമ്പ് പണികൾ തീർക്കാനായതിൽ സന്തോഷമുണ്ടെന്നും മന്ത്രി താക്കോൽ കൈമാറ്റ ചടങ്ങിൽ പറഞ്ഞു. കാശ് പിരിവല്ലാതെ വീട് ഒരു സ്ഥലത്തും നിർമ്മിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് അത് പിരിക്കുന്നത്. സാധാരണ ആളുകളൊന്നുമില്ല, വളരെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ് അക്കാര്യം ചെയ്യുന്നത്. അങ്ങനെ ഒരു സമയത്താണ് പറയുന്ന ഡേറ്റിന് മുമ്പ് തന്നെ വീട് വെച്ച് കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ഞങ്ങൾക്ക് യഥാർത്ഥ ഈ ചടങ്ങ് നടത്തണമെന്ന് ഒരു താല്പര്യമില്ലായിരുന്നു. പക്ഷെ എന്നാലും ഇത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആൾക്കാരും കൂടെ അറിയണമല്ലോ. അതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്നുള്ള സംബന്ധിച്ചത് ആൾക്കാരും കൂടി അറിയേണ്ടതായിട്ടുണ്ട്. മന്ത്രിമാരായ കെ എൻ ബാലഗോപാലും വി ശിവൻകുട്ടിയും ചേർന്ന് മിഥുന്റെ പിതാവ് മനുവിന് താക്കോൽ കൈമാറി. അവിടെ ആ മുറിക്കകത്ത് വെച്ചിരിക്കുന്ന തന്നെ ഉത്സവ സമയത്ത് വലിയ കാളകെട്ടിന്റെ മുന്നിൽ അതിന്റെ കെട്ടുകാഴ്ചയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ചിത്രമാണ് മിഥുന്റെ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ ഇത് നമ്മുടെ എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന ഒരു സംഭവം ഒരു ദുഃഖം പോലെയാണ്. ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയെ കുട്ടികൾ വിളിക്കുന്നു, ഞങ്ങളുടെ മന്ത്രി മാമൻ എന്ന് പറയുന്ന തരത്തിലേക്ക് ഓരോരുത്തർക്കും നേരിട്ട് കണക്ട് തോന്നുന്ന തരത്തിലേക്ക് ഗവൺമെന്റും ഉത്തരവാദിത്തപ്പെട്ടവരും പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മന്ത്രി ഇവിടെ എത്തി, ഞങ്ങളെല്ലാവരും എത്തി. ഇതിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവരാൻ പല ശ്രമം നടന്നു. എന്ന് പറഞ്ഞാൽ ഇത്തരൊരു വിഷയത്തെ വളച്ചൊടിക്കാൻ ധാരാളം ശ്രമം നടന്നു. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ആ വളച്ചൊടിക്കലിനും അതിനെ പ്രത്യേകം ഏതൊരു സംഭവം വന്നാലും അതിനകത്തൊരു മാനുഷികമായ വശം കാണുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കോവൂർ കുഞ്ഞുമോൻ MLA അധ്യക്ഷത വഹിച്ചു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അംഗങ്ങളും തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ കുട്ടികളും ചടങ്ങിൽ പങ്കെടുത്തു. മിഥുന്റെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള 4 സെന്റ് സ്ഥലത്ത് 20 ലക്ഷം രൂപ ചിലവഴിച്ച് 3 കിടപ്പുമുറികൾ, കുളിമുറി, വായനാമുറി, വരാന്ത എന്നിവ ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളോടെ 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. 2025 ഓഗസ്റ്റ് 10-ന് മന്ത്രി വി ശിവൻകുട്ടി ശിലാസ്ഥാപനം നിർവഹിച്ച പദ്ധതി 6 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ സാധിച്ചതായി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ജില്ലാ സെക്രട്ടറി ആർ ഹിതേഷ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU പുനലൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുനലൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി. തൊഴിലാളി ക്ഷേമവും ജനക്ഷേമവും ഉറപ്പാക്കുന്ന ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാന സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചാണ് പ്രകടനം നടത്തിയത്.
ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU പുനലൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുനലൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി. 2026-27 കേരള സംസ്ഥാന ബഡ്ജറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കായി ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുന്നതിന് 40,000 രൂപ ഒറ്റത്തവണ സ്ക്രാപ്പേജ് ബോണസും വായ്പകൾക്ക് 2% പലിശ ഇളവും പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പുനലൂർ പട്ടണത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തിയത്. 5000-ലധികം ഓട്ടോ സ്റ്റാൻഡുകൾ സോളാർ ചാർജിംഗ് സൗകര്യത്തോടെ സ്മാർട്ട് മൈക്രോ ഹബ്ബുകളാക്കി മാറ്റാനും തൊഴിലാളികൾക്കായി പ്രത്യേക ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമ്മേളനം ഓട്ടോറിക്ഷ തൊഴിലാളി അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം R. അശോകകുമാർ ഉദ്ഘാടനം ചെയ്തു. നിരവധിയായ നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റ് ഇന്നലെ നമ്മുടെ നാട്ടുകാരനായ ധനകാര്യ മന്ത്രി KN ബാലഗോപാൽ സഖാവ് പ്രഖ്യാപിക്കുകയുണ്ടായി. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് എടുക്കുമെന്ന് പറയുന്ന ഒരു വലിയ പദ്ധതി അതിനകത്ത് പറയുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡുകൾ സ്മാർട്ട് ഓട്ടോ സ്റ്റാൻഡുകളാക്കുമെന്ന് പറയാം. ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ പുറകെ വരുന്നതേ ഉള്ളൂ. എന്നാലും സ്മാർട്ട് ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളാക്കുമ്പം അതിൻ്റെ എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അതുപോലെ തന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾക്ക് കറക്റ്റായിട്ടുള്ള അംഗീകാരം സാധാരണഗതിയിൽ നമ്മുടെ ഓട്ടോ സ്റ്റാൻഡുകളിലൊക്കെ ചിലപ്പോൾ പിടിച്ചിടുമ്പം നമ്മുടെ അധികാര വർഗത്തിൽപ്പെട്ടവരൊക്കെ വന്ന് നമ്മളെ ഓടിച്ച് പായിച്ചു വരുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നമ്മളെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റാണ് ഇന്നലെ നമ്മുടെ ധനകാര്യമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത്. മാർക്കറ്റ് മൈതാനിയിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം ടൗൺ ചുറ്റി TB ജംഗ്ഷനിൽ സമാപിച്ചു. 3ാം തവണ 3.0 പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അശോകകുമാർ പറഞ്ഞു. ഏരിയ സെക്രട്ടറി O. ജേക്കബ്, മുനിസിപ്പൽ പ്രസിഡന്റ് പപ്പൻ, മുനിസിപ്പൽ സെക്രട്ടറി അജികുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കല്ലടയാറിന് കുറുകെ തരിയൻതോപ്പ് കടവിൽ 20 കോടിയുടെ പാലത്തിന് അനുമതിയായതായി മന്ത്രി KB ഗണേഷ് കുമാർ. വികസന പ്രവൃത്തികൾ കണ്ട് ചിലർ വിരളി പൂണ്ട് സോഷ്യൽ മീഡിയ വഴി തനിക്കെതിരെ തെറ്റായ പ്രചാരണങ്ങൾ നടത്തുകയാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. പിറവന്തൂർ പഞ്ചായത്തിൽ കിഴക്കേമുറി അംഗനവാടിക്കായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന് ശിലയിടുകയായിരുന്നു മന്ത്രി. സമസ്ത മേഖലകളിലും പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞെന്നും കല്ലടയാറിന് കുറുകെ തരിയൻതോപ്പ് കടവിൽ 20 കോടിയുടെ പാലത്തിന് അനുമതിയായതായും മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. വികസന പ്രവർത്തികൾ കണ്ട് ചിലർ വിരളി പൂണ്ട് സോഷ്യൽ മീഡിയ വഴി തനിക്കെതിരെ തെറ്റായ പ്രചരണങ്ങൾ നടത്തുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 16 നിയമവള്ളത്തിന്റെ പ്രതിയായി നിയമസഭയിൽ അടച്ചതിന് ശേഷം 8ാമത്തെ പാലമാണ് കല്ലടയാറിന്റെ കുറുകെ പണിയാൻ പോകുന്നത്. ഒരു MLA 8ാമത്തെ പാലം പണിയാണ്. അതും കല്ലടയാറിന്റെ കുറുകെ ഉണ്ട്. വലിയ ആറിന്റെ കുറുകെ 8 പാലങ്ങൾ. ആ 8ാമത്തെ പാലം എന്ന് പറയുന്നത് ഏറ്റവും നീളം കൂടിയ പാലമാണ്. കമുഞ്ചേരി പാലത്തിന് അന്ന് 3.5 കോടി രൂപയാണ് ചിലവായത്. എലിക്കാട്ടൂർ പാലത്തിനും 4 കോടി രൂപയാണ് ആറാട്ടുപുഴ പാലത്തിന് ചിലവായത്. അങ്ങനെ 20 കോടി രൂപയാണ് ബഡ്ജറ്റിൽ അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് ഇപ്പോൾ ആശുപത്രി വരുന്ന എവിടെയാണ്? പിടവൂർ കഴിഞ്ഞാൽ മഞ്ചള്ളൂരാണ് വരുന്നത്. അപ്പോൾ ഇവിടേക്കുള്ള ആളുകൾക്ക് താലൂക്ക് ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ ഈ പാലം കടന്നാൽ നമുക്ക് നടന്നു പോകാൻ കിട്ടുന്ന അത്രയും അടുത്തേക്ക് മാറുകയാണ്. അല്ലെങ്കിൽ പത്തനാപുരം ടൗൺ ചുറ്റി വേണം ആശുപത്രിയിൽ പോകാനായിട്ട്. പിറവന്തൂർ പഞ്ചായത്തിൽ കിഴക്കേമുറി അംഗനവാടിക്കായി പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മന്ത്രി KB ഗണേഷ് കുമാർ, വാർഡംഗം മഞ്ജു D. നായർ എന്നിവരുടെ ശ്രമഫലമായാണ് പുതിയ അംഗനവാടി യാഥാർത്ഥ്യമാകുന്നത്. വാർഡിൽ ഒരു അംഗൻവാടി ഇല്ല എന്നുള്ളൊരു പരാതി കഴിഞ്ഞ 10 വർഷമായിട്ടും മഞ്ജു D. നായർ എപ്പോഴും കണ്ടാലും സാറേ അംഗൻവാടി എന്ന് പറയും. പക്ഷേ ഈ നിയോജകമണ്ഡലത്തിലെ ഓടിട്ടതും ഷീറ്റിട്ടതുമായ എല്ലാ അംഗൻവാടികളും മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ചപ്പോൾ എല്ലാവരോടും ചോദിച്ചു, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ മെമ്പർമാർക്കും ഞാൻ അംഗൻവാടി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പൊളിച്ചു പണിഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു. എല്ലാവരും പൊളിച്ചു പണിഞ്ഞു. അപ്പം മഞ്ജുവിന് ഭയങ്കര ആഗ്രഹമാണ്. എല്ലാവരും പൊളിക്കുന്നു, പണിയുന്നു. പിന്നെ പിറവന്തൂർ പണിതു, ഇപ്പോൾ കരിമ്പാലൂർ പണിഞ്ഞ് കിടക്കുന്നു, പിന്നെ കളശ്ശേരിയിൽ പണിത് കിടക്കുന്നു. അങ്ങനെ പട്ടാഴി വടക്കേക്കരൊക്കെ എല്ലാം ഇപ്പം പത്തനാപുരത്ത് സൊനറ്റിൻ്റെ വാർഡിൽ പണിതു. എല്ലാം അവിടെ പത്തനാപുരം പഞ്ചായത്തിൽ 4 or 5 നെടുമ്പറമ്പിൽ പണിതു. എല്ലായിടത്തും പണി നടക്കും, തീരാറായി കിടക്കുന്നു. പെയിൻ്റ് അടി വരെ എത്തിയ എല്ലാ അംഗൻവാടികളും തീർന്ന് കിടക്കുകയാണ്. എല്ലാ പഞ്ചായത്തിലും അംഗൻവാടികൾ ഇഷ്ടം പോലെ കൊടുത്തു. അപ്പോൾ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വെട്ടിക്കോല മേലിലെ പഞ്ചായത്തിലൊന്നും ഓടിട്ട അംഗൻവാടികളില്ല, ഷീറ്റിട്ടതുമില്ല. ഇപ്പോൾ ഒരു ചക്കോരിക്കൽ ഒരു കേസുണ്ടായിരുന്നു. ആ കേസ് തീർന്നു. ആ സ്ഥലം അംഗൻവാടി പൊളിച്ച് അവർ ഡിസൈൻ വരച്ചിരിക്കുകയാണ്. ഇപ്പം തന്നെ അതിൻ്റെ പൈസ കൊടുക്കും. 5 സെന്റ് സ്ഥലവും വഴിയും സൗജന്യമായി വിട്ടു നൽകിയത് കിഴക്കേ ഭാഗം മൂലമണ്ണിൽ തോമസ് വർഗീസ് ആണ്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 26 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം വിഷ്ണു ഭഗത്ത് അധ്യക്ഷത വഹിച്ചു. വാർഡംഗം മഞ്ജു D. നായർ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ TCS ദിവ്യ, അഞ്ജു, രാജേഷ്, ബിനി ജോർജ്, രതീഷ് G, CA പ്രസാദ്, VI സാക്കുട്ടി,
ബിജു എന്നിവർ പങ്കെടുത്തു. അംഗനവാടിക്ക് സൗജന്യമായി ഭൂമി നൽകിയ തോമസ് വർഗീസ്, നിയോജക മണ്ഡലത്തിലെ മികച്ച BLO ആയി തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രാദേവി, ആശാവർക്കർമാരായ ലീന തമ്പി, ശശികല, ഹരിതകർമ്മസേനാംഗങ്ങളായ സുജ, സീജ, തൊഴിലുറപ്പ് മേറ്റുമാരായ ജയശ്രീ, രാധാമണി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കൊല്ലം ജില്ലാ പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. ഫെബ്രുവരി 2 വരെയാണ് കേരളോത്സവം നടക്കുന്നത്. 1600ഓളം മത്സരാർത്ഥികളാണ് മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് കേരളോത്സവത്തിനാണ് തുടക്കമായത്. പഞ്ചായത്ത് ഹാളിൽ നടന്ന കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R. ലതാദേവി നിർവഹിച്ചു. യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തത്തോടെ കേരളോത്സവം സംഘടിപ്പിക്കുന്നത്. 1600ഓളം മത്സരാർത്ഥികളാണ് കായിക കലാമത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് SR അരുൺ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം B. ജയന്തി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ നജീബ് മണ്ണേൽ, അഡ്വക്കേറ്റ് ദിലീപ് കുമാർ, വിഷ്ണു ഭഗത്, S. ഷബീർ, സയൂജ, ബിന്ദു VS തുടങ്ങിയവർ പങ്കെടുത്തു. ഫെബ്രുവരി 2-ന് കേരളോത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ സംസ്ഥാന നാടകോത്സവത്തിൽ മാറ്റുരയ്ക്കാൻ കൊല്ലം ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ഒരു ഗ്രന്ഥവും കുറെ എല്ലുകളും എന്ന നാടകവും. നാടകത്തിന്റെ അവസാന റിഹേഴ്സലും പൂർത്തിയായി. തിരൂരിൽ നടക്കുന്ന സംസ്ഥാന നാടക മത്സരത്തിൽ കൊല്ലം ജില്ലയെ പ്രതിനിധീകരിച്ചാണ് ഒരു ഗ്രന്ഥവും കുറെ എല്ലുകളും എന്ന നാടകം മാറ്റുരയ്ക്കുന്നത്. പുസ്തകം കയ്യിലെടുത്തോളൂ, പട്ടിണിയായ മനുഷ്യ പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തനൊരായുധമാണ് നിനക്കത്, പുസ്തകം കയ്യിലെടുത്തോളൂ. പുനലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് നാടകം അരങ്ങേറുന്നത്. നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് സാഹിത്യകാരനും പുനലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയുമായ പ്രദീപ് കണ്ണൻകോടാണ്. അനിൽ നട്ടയം, സന്തോഷ് ചെറുകാട്, ഏറം ബാബുരാജ്, ബൈജുക്കുട്ടി, സുമീന സലീം, ലിനു, ദക്ഷാകല്യ, അഖിലേഷ്, ദേവദത്ത്, ജയശ്രീ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു. പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് M. സലീമാണ്. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ പദ്ധതിയായ നാടകോത്സവം ജനുവരി 30, 31, ഫെബ്രുവരി 1 തീയതികളിൽ തിരൂരിൽ വെച്ച് നടക്കുക. ഒരു ജില്ലയിൽ നിന്ന് ഒരു നാടകം എന്ന ക്രമത്തിൽ 14 നാടകങ്ങളാണ് അരങ്ങേറുന്നത്. അതിൻ്റെ ഭാഗമായി കൊല്ലം ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ നാടകമാണ് ഒരു ഗ്രന്ഥവും കുറേ എലികളും. പുനലൂർ താലൂക്കിനാണ് ആ നാടകം രൂപകൽപ്പന ചെയ്യുന്നതിനുള്ള ചുമതല ഈ വർഷം ലഭിച്ചത്. പുനലൂർ താലൂക്ക് സെക്രട്ടറി ബഹുമാന്യനായ പ്രദീപ് കണ്ണൻകോട് സാറ് രചനയും സംവിധാനവും നിർവഹിച്ച നാടകമാണ് നമ്മൾ തിരൂരിൽ 31-ാം തീയതി വൈകുന്നേരം അവതരിപ്പിക്കുന്നത്. ഏരൂർ PK ശ്രീനിവാസൻ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 15 ദിവസമായി നടന്ന റിഹേഴ്സലിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് ഏരൂർ LPS ഓഡിറ്റോറിയത്തിൽ 30-ാം തീയതി വൈകിട്ട് 6:30-ന് അതിൻ്റെ ഫൈനൽ ഷോ നടക്കുകയുണ്ടായി. ഇതിൽ പങ്കെടുത്ത എല്ലാ ഗ്രന്ഥശാല പ്രവർത്തകരെയും വിശേഷിച്ച് ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇതിന് ആദ്യന്തം രാപകൽ അധ്വാനിച്ച എല്ലാ കലാസ്നേഹികളെയും ലൈബ്രറി പ്രവർത്തകരെയും ജില്ലാ ലൈബ്രറി കൗൺസിലിന് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. ഏരൂർ PK ശ്രീനിവാസൻ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു നാടകത്തിന്റെ പരിശീലനം. സംസ്ഥാന നാടകോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ ഒരു ഗ്രന്ഥവും കുറെ എലികളും എന്ന ഈ നാടകത്തിന് കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് പ്രവർത്തകർ. ഭരണഘടനയുടെ രമ്യാറ്റമാണ് ഏറ്റു ഇവന്മാരെ വേണ്ട. കൊല്ലരുത്. കൊല ഒന്നിനും പരിഹാരമല്ല. നിങ്ങൾ അവരെ ജനത്തിന് കൈമാറുക. ജനം തീരുമാനിക്കട്ടെ എന്തു വേണമെന്ന്. നമ്മുടെ കടമ മറ്റൊന്നാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. UDF വരുമ്പോൾ സഹകരണ ബാങ്കുകളിലെ വിശ്വാസ്യത കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കരുനാഗപ്പള്ളി പുതിയകാവ് സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
നിക്ഷേപിക്കുന്ന ഒരാളുടെയും ഒരു രൂപ പോലും നഷ്ടപ്പെടില്ലെന്നും അത് സഹകരണ ബാങ്കുകളുടെ വലിയ വളർച്ചയ്ക്ക് കാരണമാകുമെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. UDF വരുമ്പോൾ സഹകരണ ബാങ്കുകളിലെ വിശ്വാസ്യത കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പുതിയകാവ് സർവീസ് സഹകരണ ബാങ്കിന്റെ 100ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിക്ഷേപിക്കുന്ന ഒരാളുടെയും ഒരു രൂപ പോലും നഷ്ടപ്പെടില്ലെന്നും അത് സഹകരണ ബാങ്കുകളുടെ വലിയ വളർച്ചയ്ക്ക് കാരണമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാം തീരുന്ന സമയത്താണ്, ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോഴേക്കും നമ്മുടെ മൂക്കിൽ പല്ല് വരും, പൈസ തിരിക്കുന്ന ആളുകളില്ല, അപ്പോഴേ കിട്ടും. ഇവിടെ വരുമ്പോൾ സഹകരണ ബാങ്കുകളിലെ വിശ്വാസ്യത കൂടുതൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹകരണ ബാങ്കിൽ നിക്ഷേപമിട്ട ഒരാളുടെ ഒരു രൂപ പോലും നഷ്ടപ്പെടില്ല. ആ ഒരൊറ്റ പ്രഖ്യാപനം തന്നെ കേരളത്തിലെ സഹകരണ മേഖലയുടെ വലിയ വളർച്ചയ്ക്ക് കാരണമാവും. വലിയ മാറ്റം ഉണ്ടാവും. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ, പ്രത്യേകിച്ച് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് സഹകരണ ബാങ്ക്. ഇതിപ്പോ എത്ര വാർഡുണ്ട് പഞ്ചായത്തിന്റെ അതിർത്തി? 3 വാർഡ്. 3 വാർഡിന്റെ അതിർത്തിയിലാണ് ഈ ബാങ്ക് പ്രവർത്തിക്കുന്നത്. ഒരു കാര്യം എന്താ, ഈ ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണം ഇവിടെ തന്നെ ഉണ്ട്. ഈ ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണം നമ്മുടെയൊക്കെ കയ്യിലുണ്ട്. എന്തിനാണ് ആളുകൾ ലോൺ എടുത്തുകൊണ്ട് പോകുന്നത്? മകളുടെ കല്യാണത്തിന്, അല്ലെ, വീട് പണി പൂർത്തിയാക്കാൻ, ബിസിനസ് അഭിവൃദ്ധിപ്പെടുത്താൻ ഒക്കെ പണം എടുത്തുകൊണ്ട് പോവാണ്. ആ പണം ഇവിടെ തന്നെ പലരിലുമായിട്ട് വിതരണം, നമ്മുടെ നാട്ടിൽ തന്നെ പലരിലുമായിട്ട് വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് ഈ സഹകരണ ബാങ്കുകളുടെ പ്രസക്തി. CR മഹേഷ് MLA അധ്യക്ഷത വഹിച്ചു. 50 വർഷമായി ബാങ്ക് പ്രസിഡന്റിന്റെ സ്ഥാനം വഹിക്കുന്ന K രാജശേഖരനെ ചടങ്ങിൽ ആദരിച്ചു. KC രാജൻ, നജീം മണ്ണിൽ, മോഹനൻ, വരുൺ ആലപ്പാട് തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാഭ്യാസ അവാർഡ് വിതരണം, മുതിർന്ന സഹകാരികളെ ആദരിക്കൽ, ചികിത്സാ ധനസഹായം എന്നിവ ഇതോടനുബന്ധിച്ച് നടത്തി. കുലശേഖരപുരം പഞ്ചായത്തിലെ 3 വാർഡുകളിലായി പ്രവർത്തന മേഖല വ്യാപിച്ചു കിടക്കുന്ന സഹകരണ ബാങ്ക് അഭൂതപൂർവമായ വളർച്ചയിലാണെന്ന് ബാങ്ക് അധികാരികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഓച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSK ക്ലാസ് റൂം കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ആദരവ്, പ്രതിഭ അവാർഡ് വിതരണം എന്നിവയും ഇതിന്റെ ഭാഗമായി നടന്നു. ഓച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SSK ക്ലാസ് റൂം കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ആദരവും പ്രതിഭ അവാർഡ് വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R ലതാദേവി ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് നമ്മുടെ ബഹുമാന്യായിട്ടുള്ള പ്രിൻസിപ്പാൾ സംസാരിക്കുകയുണ്ടായി. നമ്മുടെ ഈ സ്കൂള് കൊല്ലം ജില്ലയിൽ തന്നെയുള്ള സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് മാതൃകയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണ് എന്ന് കാണുന്നതിൽ ജില്ലയിലെ സ്കൂളുകളുടെ ഭരണപരമായിട്ടുള്ള നിയന്ത്രണം നടത്തുവാൻ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എനിക്ക് വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. സർക്കാർ സ്കൂളുകളുടെ കാര്യത്തിൽ മികവിൽ 2ാമതായിട്ട് ഈ സ്കൂളിനെ എത്തിച്ച, അതിൽ സുപ്രധാനമായിട്ടുള്ള പങ്കുവഹിച്ച ഇവിടുത്തെ അധ്യാപകരും അധ്യാപികമാരും ആയിട്ടുള്ള എല്ലാ മാന്യ സുഹൃത്തുക്കളെയും ഈ അവസരത്തിൽ ഞാൻ കലവറയില്ലാതെ അഭിനന്ദിക്കുകയാണ്. PTA പ്രസിഡന്റ് ഷറഫ് ടെലിപാർക്ക് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ BL അരുണാഞ്ജലി സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം നജീം മണ്ണിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N കൃഷ്ണകുമാർ അവാർഡ് വിതരണം നിർവഹിച്ചു. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുബീന നിസാം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കബീർ എൻസൈൻ, ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീന പ്രവീൺ, സ്കൂൾ വികസന സമിതി ചെയർമാൻ K സുഭാഷ്, വികസന സമിതി കൺവീനർ RD പത്മകുമാർ, സ്റ്റാഫ് സെക്രട്ടറി യസ്മിത, പ്രഥമാധ്യാപിക സുജ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ പൊതുജനാരോഗ്യ സംരക്ഷണ സദസ്സ് നടത്തി. ആരോഗ്യ മേഖലയ്ക്കെതിരെ നടക്കുന്ന അപവാദ പ്രചാരണങ്ങൾക്കെതിരെയാണ് സദസ്സ് സംഘടിപ്പിച്ചത്. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിക്ക് മുന്നിലായിരുന്നു സംരക്ഷണ സദസ്സ്. ആരോഗ്യ മേഖലയ്ക്കെതിരെ നടക്കുന്ന അപവാദ പ്രചരണങ്ങൾക്കെതിരെ അണിചേരുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പൊതുജനാരോഗ്യ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചത്. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിക്ക് മുന്നിലായിരുന്നു പൊതുജന ആരോഗ്യ സംരക്ഷണ സദസ്സ്. CPIM ഏരിയ സെക്രട്ടറി A അനിരുദ്ധൻ ഉദ്ഘാടനം ചെയ്തു. വലിയ തുക മുടക്കി ചികിത്സ നേടാൻ സാമ്പത്തിക ശേഷിയുള്ളവർ പോലും അസുഖം വന്നാൽ തൊട്ടടുത്തുള്ള സർക്കാർ ആശുപത്രിയിലേക്കാണ് പോകേണ്ടത് എന്ന ഒരു പൊതുബോധം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായത് എങ്ങനെയാണ്? അതുണ്ടായത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ മേഖലയിൽ നടത്തിയ സമഗ്രമായ ഇടപെടൽ കൊണ്ടാണ്. അതിന്റെ ഭാഗമായി ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിൽ കിട്ടുന്നതിനേക്കാൾ ഉയർന്ന ചികിത്സ സർക്കാർ ആശുപത്രികളിൽ ലഭിക്കുമെന്ന സാഹചര്യമൊന്നും മുമ്പൊക്കെ
നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഉയർന്ന ഹോസ്പിറ്റലുകളിൽ മാത്രം കിട്ടുമായിരുന്ന ചികിത്സാ സൗകര്യങ്ങൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കി KGNA ജില്ലാ വൈസ് പ്രസിഡന്റ് S. വീണ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി M. മനീഷ് ആമുഖ പ്രഭാഷണം നടത്തി. നഗരസഭാ പ്രതിപക്ഷ പാർലമെന്ററി പാർട്ടി ലീഡർ G. സുനിൽ, KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം RB. ശൈലേഷ് കുമാർ, NGO യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MM. നിസാം, KGNA ജില്ലാ ട്രഷറർ SG. ഗംഗ, O. രജനി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. തേവലക്കരയിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച മിഥുന്റെ കുടുംബത്തിന് വീടിന്റെ താക്കോൽ കൈമാറി. മന്ത്രിമാരായ V. ശിവൻകുട്ടിയും KN. ബാലഗോപാലും ചേർന്നാണ് താക്കോൽ കൈമാറിയത്. വീട് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് പണം പിരിച്ച് ചതിക്കുന്നവരുള്ള കാലത്ത് മിഥുന് വീട് യാഥാർത്ഥ്യമായതിൽ സന്തോഷമുണ്ടെന്ന് മന്ത്രി V. ശിവൻകുട്ടി. കൊല്ലം ജില്ലാ പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. ഫെബ്രുവരി 2 വരെയാണ് കേരളോത്സവം നടക്കുന്നത്. 1600ഓളം മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. UDF അധികാരത്തിൽ വരുമ്പോൾ സഹകരണ ബാങ്കുകളിലെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിക്ഷേപിക്കുന്ന ഒരാളുടെയും പണം നഷ്ടമാകില്ല. അത് സഹകരണ ബാങ്കുകളുടെ വളർച്ചയ്ക്ക് കാരണമാകുമെന്നും പ്രതിപക്ഷ നേതാവ്. കല്ലട അറിഞ്ഞു കുറുകെ തരേൻതോപ്പ് കടവിൽ 20 കോടിയുടെ പാലത്തിന് അനുമതിയായതായി മന്ത്രി KB ഗണേഷ് കുമാർ. വികസന പ്രവൃത്തികൾ കണ്ട് ചിലർ വിരളി പൂണ്ട് സോഷ്യൽ മീഡിയ വഴി തനിക്കെതിരെ തെറ്റായ പ്രചാരണങ്ങൾ നടത്തുകയാണെന്നും ഗണേഷ് കുമാർ. പിറവന്തൂർ കിഴക്കേ മുറിയിൽ അംഗനവാടി കെട്ടിടത്തിന് മന്ത്രി ശിലയിട്ടു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.